ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നിറഞ്ഞ ഒരു നല്ലൊരു കിടിലൻ സസ്പെൻസ് നിറഞ്ഞ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ നികേഷ് ഇറങ്ങി പോവാണല്ലോ. നികേഷിൻ്റെ അമ്മയും ഹരീഷിൻ്റെയും അതുപോലെ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയൊക്കെ അമ്മയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും നികേഷിന് അത് താങ്ങാൻ കഴിയാതെ നികേഷ് ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നികേഷിനെ കൊണ്ടുവരുന്നുണ്ടല്ലോ. കൊണ്ടുവന്നതിന് ശേഷവും നികേഷ് ചോദിക്കുകയാണ് എല്ലാവരോടും, എൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, അവരെന്തിനാ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നൊക്കെ. അങ്ങനെ നിധിയോട് ഒരുപാട് പ്രാവശ്യം ചോദിക്കുമ്പം നിധിയും ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും നികേഷിൻ്റെ അമ്മയെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നികേഷിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്ന് അവന് കൊടുക്കണം, അവൻ്റെ മനസ്സിൻ്റെ ആ വിഷമം മാറ്റണം എന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ നിധി നികേഷിൻ്റെ അമ്മയെ കണ്ടെത്തുകയും അങ്ങനെ സുധീഷിനെ പറഞ്ഞു വിട്ട് കൂട്ടിക്കൊണ്ടു വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഭാസ്കരന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒരു സംഭവ ബഹുലമായ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നികേഷ് പറയാണ് കേട്ടോ, നിങ്ങൾക്കൊന്നും ഇത്രയും ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെയൊക്കെ അമ്മയും എൻ്റെ അമ്മയും വേറെയാണെന്ന് അറിഞ്ഞപ്പം എനിക്കത് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയാം. അപ്പോൾ സുഭാഷ് പറയാണ്, അതെന്താ നികേഷ് നീ അങ്ങനെ പറയുന്നത്? അങ്ങനെ അമ്മ വേറെയാണെന്നല്ലേ ഉള്ളൂ, പക്ഷേ നീ ഞങ്ങളുടെ കൈകളിൽ കിടന്ന് വളർന്നവനാ. നീ പിച്ച വെച്ചത് എൻ്റെ കൈ പിടിച്ചാണ്. അങ്ങനെയുള്ള നീ ഞങ്ങളെ വിട്ടു പോകാമെന്ന് പറഞ്ഞാൽ നീ കൂടി ഈ വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അങ്ങനെ നികേഷ് എല്ലാം പറഞ്ഞ് സോൾവ് ആവുക. അതിന് ശേഷം നികേഷ് ചോദിക്കുന്നുണ്ട് ഇവരോട്, നിങ്ങൾ ഒരു കാര്യം പറയണം, എൻ്റെ അമ്മയെക്കുറിച്ചിട്ടുള്ള കാര്യം. അവർ എവിടുത്തെ കാര്യമാണെന്നോ എങ്ങനെയുള്ള ആളാണെന്നോ ഒന്നും അറിയില്ല. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നോ ഇപ്പം അവരെവിടെയുണ്ടെന്നോ അറിയില്ല. അവരെന്തുകൊണ്ടാണ് തീരെ ചെറുപ്പത്തിലെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതെന്നും അറിയില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അവരെവിടെയെങ്കിലും ജീവിച്ചിരിപ്പോട്ടോ സുഭാഷ് ഏട്ടാന്ന് ചോദിക്കാം. സുഭാഷ് പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല മോനെ. അച്ഛനോട് ചോദിച്ചാൽ അച്ഛനും അതിനൊന്നും മറുപടിയില്ല. അവരുടെ കാര്യം പറയുമ്പം അച്ഛന് നല്ല ദേഷ്യമുണ്ടെന്ന് പറയാം. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതെന്താ അവരുടെ കാര്യം പറയുമ്പം അച്ഛന് ദേഷ്യം? അപ്പോഴത്തേക്ക് സുധീഷ് പറയാം, എടാ മണ്ട, അവരുടെ കാര്യമല്ല ഞങ്ങളുടെ അമ്മയുടെ കാര്യം പറയുമ്പോഴും അച്ഛന് ദേഷ്യമല്ലേ? ഞങ്ങളുടെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയതല്ലേ അച്ഛൻ? അതൊക്കെ ഈ വീട്ടിലല്ലേ നടക്കുള്ളൂ. അങ്ങനെയുള്ള ഈ വീട്ടിൽ നിൻ്റെ അമ്മയോട് ദേഷ്യം അച്ഛനുണ്ടാവാന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വാഭാവികമല്ലേ? നമ്മളതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? ഈ വീട് അങ്ങനെയൊക്കെയാടാ എന്ന് പറയണം. അപ്പോൾ വീണ്ടും നികേഷ് പറയാം, എന്നാലും എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഉടനെ ഹരീഷ് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവരെവിടെയെങ്കിലും കാണും, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ വരും. നിന്നെ അന്വേഷിച്ച് ഇത്രയും കാലം വരാത്ത അവരെ ഇനിയിപ്പോൾ നീ തേടിപ്പോകാൻ പോവാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നികേഷിന് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം നികേഷ് നിധിയുടെ അടുത്ത് ചെല്ലുക. എന്നിട്ട് നിധിയോട് പറയാ, എടത്തി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആ സമയത്ത് അത് കേട്ടപ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കുക. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയില്ലല്ലോ. അവരെവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒരു നോക്ക് കാണാനും അത്രയും ചെറുപ്പത്തിലെ എന്നെ ഉപേക്ഷിച്ചേച്ച് എന്തിനാണ് അവർ പോയെന്നൊന്ന് ചോദിക്കാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഏടത്തി അതിന് എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ടേ, ആ ഞാൻ സഹായിക്കാം, അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ നികേഷേ. മോനെ നീ വിഷമിക്കാതിരിക്കുക, നിൻ്റെ ഏട്ടന്മാർ നിൻ്റെ കൂടെ ഇല്ലേ എല്ലാ കാര്യത്തിനും. ഇനിയിപ്പം നിൻ്റെ അമ്മയെ എവിടെയെങ്കിലും കണ്ട തപ്പി തെരഞ്ഞു പിടിച്ച് ഈ ഇടത്തി കൊണ്ട് തരാം എന്ന് പറയാണ്. അങ്ങനെ നിധി നികേഷിൻ്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് ഒന്നുകൂടി നോക്കുകയാണ് കേട്ടോ. ഇവരെ ഞാൻ എവിടെയെങ്കിലും കണ്ട ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വരും, നികേഷിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. അവൻ്റെ അമ്മയെ കാണട്ടെ. ജനിച്ചിട്ട് ഒരിക്കൽ പോലും അമ്മയെ നേരിട്ട് കാണാത്തവനല്ലേ. അവൻ ആഗ്രഹിക്കുന്ന കാര്യം അത് സാധിച്ചു കൊടുക്കണം. ഈ ഫോട്ടോ തൽക്കാലം എൻ്റെ ഫോണിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നികേഷിൻ്റെ അമ്മയുടെ ആ ഫോട്ടോ നിധി ഫോണിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നിധി ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയെ കാണുകയാണ് കേട്ടോ. അപ്പോൾ അവരെ കാണുമ്പോഴേ നിധി ഓർക്കുകയാണ്, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇതാരായിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിധിക്ക് തോന്നുകയാണ്, ഇത് നികേഷിൻ്റെ അമ്മയല്ലേ എന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് നോക്കുകയാണ്. ഫോണിലെ ആ ഫോട്ടോയും വഴിയിൽ കണ്ട സ്ത്രീയെയും കൂടി നോക്കുമ്പോൾ നിധിക്ക് തോന്നുകയാണ്, ഇത് നികേഷിൻ്റെ അമ്മ തന്നെയാണ്, അല്ല ഇതെൻ്റെ സംശയമൊന്നുമല്ല, അവർ തന്നെയാണ് എന്നും പറഞ്ഞ് നിധി ഇറങ്ങി ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് ആ സ്ത്രീയെ കാണുന്നേ ഇല്ല കേട്ടോ. നിധി അവിടെ മുഴുവൻ ആ സ്ത്രീയെ തിരയുന്നുണ്ട്, പക്ഷേ കാണുന്നില്ല.
അപ്പം നിധി വിചാരിക്കുക ഇത് നികേഷിൻ്റെ അമ്മ തന്നെയാണ്. ഈ പ്രദേശത്ത് എവിടെയോ അവരുണ്ട്, അതുകൊണ്ടല്ലേ അവരെ ഞാനിവിടെ വെച്ച് കണ്ടത്. സാരില്ല, ഇനി ഇതിലെ പോകുമ്പം ഞാൻ ശ്രദ്ധിക്കും. എപ്പോഴെങ്കിലും ദൈവം അവരെ എൻ്റെ കൺമുന്നിൽ കൊണ്ടുവരും. നികേഷിൻ്റെ മുമ്പിൽ അവരെ കൊണ്ട് ഞാൻ നിർത്തും. ഇതെൻ്റെ ഒരു വാശിയാണ് എന്നൊക്കെ നിധിയും ഇങ്ങനെ വിചാരിക്കുക. അങ്ങനെ പിന്നെയും ഒരു ദിവസം നിധി ഇങ്ങനെ പോകുമ്പോൾ ആ സ്ത്രീയെ കാണുകയാണ്. സ്ത്രീയെ കണ്ടു കഴിയുമ്പോൾ നിധി ഉറപ്പിക്കുകയാണ് ഇത് നികേഷിൻ്റെ അമ്മ തന്നെയാണ്. അവരെവിടെയായിരിക്കും ഉണ്ടാവുക, അവരെങ്ങോട്ടായിരിക്കും പോവുക എന്നൊക്കെ നിധി ഇങ്ങനെ നോക്കുക. അപ്പോൾ അവർ പോകുന്ന ആ റൂട്ട് നിധി മനസ്സിലാക്കി വെക്കുകയാണ്. അപ്പോൾ നിധിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഭാഗത്ത് എവിടെയാണ് അവർ താമസിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ നിധി സുധീഷിനോട് പറയാണ്, സുധീഷേ, ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടായി, ഒരു കാര്യം പറയാം, നീ എന്നെ സഹായിക്കണം എന്ന് പറയാം. അപ്പോൾ സുധീഷ് ചോദിക്കുക, എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക. അതെ, നമ്മുടെ നികേഷിൻ്റെ അമ്മയില്ലേ, നികേഷിൻ്റെ അമ്മയെ ഞാൻ വഴിയെ വെച്ചെന്ന് കണ്ടെന്ന് പറയാം. അപ്പോൾ സുധീഷ് പറയാ, സത്യോ, നിനക്ക് അവരെ കണ്ടപ്പോഴേ മനസ്സിലായോ? നീ ഇതിനു മുമ്പ് അവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ നിധി പറയാ, കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ഫോട്ടോ ഞാൻ കണ്ടിരുന്നല്ലോ. ആ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്, അതിലും കുറച്ചുകൂടിയൊക്കെ പ്രായമായിട്ടുണ്ട്. പക്ഷെ അതെ, അവർ തന്നെയാണ്, ആ മാറ്റമൊന്നുമില്ല, ആ സ്ത്രീ തന്നെയാണ് എന്ന് പറയണം. അപ്പം സുധീഷ് പറയാം, പിന്നെ നിനക്ക് തോന്നിയതാവും അവരിപ്പം ഈ നാട്ടിൽ തന്നെ ഉണ്ടാവുമോ? ഏയ്, അവർ ഈ നാട്ടിലൊന്നും കാണില്ല എന്ന് പറയാം. അപ്പം നിധി പറയുന്നുണ്ട്, ഉണ്ട്, ഞാൻ 2 പ്രാവശ്യം അവരെ കണ്ടു. അവരാ ഭാഗത്തേക്ക് പോകുന്നതും ഞാൻ കണ്ടു. അവിടെ എവിടെയോ അവരുണ്ട്. നീ സുധീഷെ അവിടെ ഒന്ന് പോയി അന്വേഷിക്കണം. ആ ഭാഗത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അവരെവിടെയാണ് താമസിക്കുന്നതെന്ന്. അങ്ങനെ അവരെ കാണുകയാണെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ വന്ന് നികേഷിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തണം. അവൻ്റെ അമ്മയെ അവൻ കാണട്ടെ. എന്തിനാ അവനെ ഉപേക്ഷിച്ച് പോയെന്ന് അവൻ തന്നെ ചോദിക്കട്ടെ എന്നൊക്കെ പറയാം. സുധീഷ് പറയുന്നുണ്ട്, ശരി, ഞാൻ അന്വേഷിക്കാം, ആ ഭാഗത്തൊക്കെ പോയി അന്വേഷിക്കാം, അവരെ കാണുകയാണെങ്കിൽ ഞാൻ വിളിച്ചിട്ടും വരാമെന്ന് പറയാം. അങ്ങനെ സുധീഷ് ആ ഭാഗത്തൊക്കെ പോയി അന്വേഷിക്കുമ്പോൾ ആ സ്ത്രീയെ കാണുകയാണ്. അപ്പോൾ സുധീഷിനും മനസ്സിലാകാണ് ഇത് നികേഷിൻ്റെ അമ്മ തന്നെയാണ്. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷേ ആ ഫോട്ടോയിൽ അതേ ഫേസ്. നിധി പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെ സുധീഷ് ചെന്നിട്ട് അവിടെ ഒരു സ്ത്രീയോട് അന്വേഷിക്കുന്നുണ്ട് നികേഷിൻ്റെ അമ്മയെക്കുറിച്ചിട്ട്. അപ്പോൾ അവർ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അവർ നികേഷിൻ്റെ അമ്മയോടൊക്കെ ചെന്ന് പറയുന്നുണ്ട്, നിങ്ങളെ അന്വേഷിച്ച് ചിലരൊക്കെ ഇതിലേ വരുന്നുണ്ട് കേട്ടോ, എന്താ കാര്യം എന്നറിയില്ല, ഒരു കൂട്ടർ വന്ന് എന്നോട് ചോദിച്ചു എന്ന് പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നികേഷിൻ്റെ അമ്മയ്ക്ക് ആകെ ടെൻഷനാവുകയാണ്. എന്തിനായിരിക്കും അവരെന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടാവുക, അവരാരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ പണം കടം വാങ്ങിയ ആരെങ്കിലും ആയിരിക്കുമെന്ന് പറയാണ് കേട്ടോ ആ സ്ത്രീയുടെ ഭർത്താവ്. ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ ഭർത്താവ് അവരോട് പറയുന്നുണ്ട്, പണം വാങ്ങിയ ആരോ നിന്നെ അന്വേഷിച്ച് വരുന്നതാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഒന്നുകിൽ നീ ഇവിടുന്ന് പോകണം, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും, എൻ്റെയും കൂടെ പിടിക്കും എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാനെന്തിനാ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്, ഞാൻ ഇവിടുന്ന് എവിടെ പോകാനാ എന്ന് പറയുമ്പോൾ അയാൾ പറയാം, വാടക പോലും കൊടുത്തിട്ടില്ല ഈ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങേണ്ടി വരും, അങ്ങനെയുള്ളിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്താ ചെയ്യുക, നീ എങ്ങോട്ടെങ്കിലും പോ എന്ന് പറയുമ്പം നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എങ്ങോട്ട് പോകാനാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോവാണ്. നീ ഇവിടെ നിന്നു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാണ്, നീ എൻ്റെ കൂടെ വന്നേക്കരുത്, ഇവിടെ തന്നെ നിന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാൾ അങ്ങ് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ നികേഷിൻ്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് അയാൾ പോവാണ് കേട്ടോ. അങ്ങനെ ആരുമില്ലാതെ എങ്ങോട്ട് പോകാനില്ലാതെ നിൽക്കുകയാണ് അവരിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാനിനിയിപ്പം എങ്ങോട്ട് പോകും, ആരായിരിക്കും എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടാവുക എന്നൊക്കെ. അതേസമയം നമ്മുടെ സുധീഷാണ് വീട്ടിൽ ചെന്ന് നിധിയോട് പറയുന്നുണ്ട്, നിധി, നീ പറഞ്ഞ സത്യമാണ്, അവരവിടെയുണ്ട്, എനിക്ക് പക്ഷേ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല, നീ കൂടി എൻ്റെ കൂടെ വരണം എന്ന് പറയാം. അപ്പം നിധി പറയുന്നുണ്ട്, ഞാനും കൂടി വരണോ? സുധീഷിന് അവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നുകൂടായിരുന്നോ? നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, അപ്പോൾ അവരോട് പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ സുധീഷ് പറയാം, ഇല്ല, എനിക്ക് തന്നെ പറ്റില്ല, നീയും കൂടെ വാ നിധി, നീയും കൂടെ വന്നാലേ ശരിയാവുള്ളൂ, നമുക്ക് 2 പേർ കൂടെ പോയി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാം. അപ്പോൾ നിധി പറയുന്നുണ്ട്, ആ ശരി, ഞാനും കൂടി വരാം. അങ്ങനെ നമുക്ക് 2 പേർക്കും കൂടി അവരുടെ വീട്ടിൽ പോകാം, എന്നിട്ട് അവരെ കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് നികേഷിൻ്റെ മുമ്പിൽ നിർത്താം. നികേഷിനോട് ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയണ്ട, അച്ഛനോടും പറയാൻ പോകണ്ട, അതൊക്കെ ഒരു സർപ്രൈസായിട്ട് തന്നെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് പറയണം. അതേസമയം സുഭാഷിനോടും ഹരീഷിനോടും പറയുന്നുണ്ട് കേട്ടോ, ഇതുപോലെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നികേഷിൻ്റെ അമ്മയെ, ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന് വൈകിട്ട് അവരെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയാം. സുഭാഷ് പറയുന്നുണ്ട്, ആഹാ കൊള്ളാമല്ലോ, ഞാനും ഹരീഷും ഒക്കെ കാത്തിരിക്കാം ഇവിടെ റെഡിയായിട്ട്, അവർ വരുമ്പോൾ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മുടെ നികേഷിന് സന്തോഷമാകുമല്ലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം
സുധീഷും അതുപോലെ നിധിയും കൂടി ആ വീട്ടിൽ ചെല്ലുകയാണ്. ചെന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേര് ഇതല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ, അതെ, എന്താ, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ അവർ പറയുന്നുണ്ട്, നിങ്ങൾ നികേഷിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുക നിധി. അപ്പോൾ അവർ പറയുന്നുണ്ട്, നികേഷിൻ്റെ അമ്മയോ, ഞാനൊരു നികേഷിൻ്റെ അമ്മയൊന്നും അല്ല, നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഇപ്പം പെയും പിച്ചും പറയുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നിധി അവരുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഫോണിൽ. എന്നിട്ട് ചോദിക്കുക, ഇത് നിങ്ങൾ തന്നെയല്ലേ, ഇത് നിങ്ങളുടെ ഫോട്ടോ തന്നെയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുക, അതെ, ഇതെൻ്റെ ഫോട്ടോ തന്നെയാണ്. എന്താ, നിങ്ങൾക്ക് ഈ ഫോട്ടോ എവിടെ നിന്നാണ് കിട്ടിയത്? അല്ല, നിങ്ങൾക്ക് നികേഷിനെ അറിയാവോ? ദേ ഇത് സുധീഷിനെ അറിയാവോ? അതോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയാം, നികേഷോ, എനിക്ക് ആരെയും മനസ്സിലാവുന്നില്ല, നിങ്ങളെയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ ചോദിക്കുക, നികേഷ് നിങ്ങളുടെ മോനല്ലേ എന്ന് ചോദിക്കുമ്പം അവർ പറയുക, എൻ്റെ മോനോ, എനിക്കങ്ങനെ ഒരു മോനൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നികേഷിനെ അറിയില്ലെങ്കിൽ ഭാസ്കരനെ അറിയില്ലേ? അപ്പോൾ അവർ ചോദിക്കുക, ഭാസ്കരനോ? അതെ, ഭാസ്കരൻ, പഴയ ലോറി ഡ്രൈവർ ഭാസ്കരനെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പം ആ സ്ത്രീ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, ഭാസ്കരൻ്റെ ഭാര്യയല്ലായിരുന്നു നിങ്ങൾ, ഭാസ്കരൻ്റെ മകനാണ് നികേഷ്, നിങ്ങളുടെ മോൻ. ചെറുപ്പത്തിലെ നിങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ലേ, അവനാണ് എന്ന് പറയുമ്പം അവർ ഞെട്ടിപ്പോയിട്ട് ചോദിക്കുക, ആണോ, എൻ്റെ മോനോ, അവൻ്റെ ഫോട്ടോ എന്ന് കാണിച്ചേ എന്ന് പറയണം. അപ്പോൾ നിധി ഫോണിൽ നികേഷിൻ്റെ ഫോട്ടോ അവരെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരിങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ ഇതാണോ എൻ്റെ മോൻ, ഇവനങ്ങ് വളർന്നു പോയി, ഇത്രയായല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിധി ചോദിക്കുക, നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെ കള്ളക്കണ്ണീരൊരുക്കുന്നത്, ചെറുപ്പത്തിലെ അവനെ ഉപേക്ഷിച്ച് പോകുന്നതല്ലേ നിങ്ങൾ എന്തിനാന്ന് അവിടുന്ന് പോകുന്നത്, അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് എന്തിനാ പോകുന്നത്, ഭാസ്കരൻ്റെ ഭാര്യയല്ലായിരുന്നോ നിങ്ങൾ, എന്നിട്ട് എന്തുകൊണ്ട് അവിടുന്ന് പോന്നു എന്നൊക്കെ ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനിയിപ്പം അതിനൊന്നും മറുപടി തരാൻ എനിക്ക് പറ്റില്ല കുട്ടി എന്ന് പറയണം. അപ്പോൾ പിന്നെയും നിധി ചോദിക്കുക, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഈ നാട്ടിൽ തന്നെ, എന്നിട്ടും പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവനെ അന്വേഷിച്ച് വരാതിരുന്നത്, ഞങ്ങൾ വന്നില്ലേലും നിങ്ങൾക്ക് ആ വീട് അറിയായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടായിട്ട് ഒറ്റ ദിവസം പോലും നിങ്ങൾക്ക് അവനെ അന്വേഷിച്ച് പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാം, എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആയിരിക്കില്ലല്ലോ, ജീവിതം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ, അങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, അതുകൊണ്ട് എനിക്ക് അവനെ അന്വേഷിച്ച് വരാൻ പറ്റിയില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പം ഇതൊക്കെ ചോദിക്കുന്നത്, എൻ്റെ മോൻ ഇപ്പം എന്തെടുക്കാണ് എന്ന് ചോദിക്കുക. അപ്പോൾ സുധീഷ് പറയാ, നിങ്ങളുടെ മോനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് എന്ന് പറയാണ്. അതെ, സന്തോഷം, നിങ്ങളൊക്കെ അവനെ നോക്കുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനന്ന് അവനെ ഉപേക്ഷിച്ചിട്ട് അവിടെ പോകുന്നത്. അല്ല, ഇതാരാ എന്ന് ചോദിക്കുക സുധീഷിനോട്. സുധീഷ് പറയുന്നുണ്ട്, ഇത് എൻ്റെ വൈഫാണ് നിധി എന്ന് പറയുമ്പോൾ ചോദിക്കുക, നിങ്ങളുടെ മൂത്തതൊരാളുണ്ടായിരുന്നല്ലോ സുഭാഷിൻ്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ആ സ്ത്രീ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സുധീഷ് പറയാം, അതെ, നിങ്ങൾക്കപ്പോൾ എല്ലാം ഓർമ്മയുണ്ടല്ലേ, സുഭാഷ് ഏട്ടനെയും എന്നെയും ഹരീഷ് ഏട്ടനെയൊക്കെ. സുഭാഷ് ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെയും നിധിയുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോയത് എന്ന് പറയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവിടെ വരുമ്പം നിങ്ങളെല്ലാം കുട്ടികളായിരുന്നല്ലോ, അതിനുശേഷം കുറച്ച് നാൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് വീണ്ടും, അല്ല, ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, പല പ്രാവശ്യം ചോദിച്ചെന്നുള്ള ചിന്തയും വരരുത്, എന്താന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ എന്തിനാ നിങ്ങളുടെ മോനെ ഉപേക്ഷിച്ച് പോകുന്നത്, നിങ്ങൾ പോന്നപ്പം അവനെ കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നോ, അതോ ഭാസ്കരനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അല്ല എന്തെങ്കിലും പറ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ, ഭാസ്കരനിപ്പം എങ്ങനെയുണ്ട്, ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സുധീഷ് പറയാം, അതെ, കുഴപ്പമൊന്നുമില്ല, ഭാര്യയെ തല്ലിക്കൊന്ന് ജയിലിൽ പോയിട്ട് വന്ന ആളല്ലേ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, അങ്ങനെയുള്ളപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശരി, ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, ഇനിയിപ്പം നിങ്ങൾ പോയിക്കോ എന്ന് പറയാം. അപ്പോൾ ദിതി പറയാം, അങ്ങനെ പോകാനൊന്നും പറ്റില്ല, ഞങ്ങൾ വേറൊരു കാര്യത്തിന് കൂടി വന്നതാന്ന് പറയാം. അപ്പോൾ അവർ ചോദിക്കുക, അല്ല, വേറെന്ത് കാര്യം, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം എന്ന് ചോദിക്കുക. അല്ല, നിങ്ങളുടെ മോൻ നികേഷ് അവിടെ ഇല്ലേ, അവൻ നിങ്ങളെ ആലോചിച്ച് എന്നും വിഷമിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ചെറുപ്പത്തിലെ നിങ്ങൾ ഇട്ടിട്ട് പോന്നതല്ലേ, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ജീവനോടെ ഉണ്ടായിട്ടും അവനെ ഒന്ന് അന്വേഷിച്ച് വരുവോ പോലും ചെയ്തില്ല, നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് നികേഷിന് ഞങ്ങൾ വാക്ക് കൊടുത്തതാ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾ അവിടം വരെ വരണം, നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് കാണണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ മോനെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ അങ്ങോട്ട് വരാനുള്ള ധൈര്യം എനിക്കില്ല, അല്ല സാഹചര്യമോ ഇല്ലായിരുന്നു,
അതുകൊണ്ട് എനിക്ക് ഇതുവരെ വരാൻ പറ്റിയില്ല. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വന്നാൽ അവരൊക്കെ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പേടിയുണ്ട്. പക്ഷേ എൻ്റെ മോനെ ഒരു നോക്ക് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടെന്ന് പറയുക. അപ്പോൾ ഉടനെ സുബീഷ് പറയുന്നുണ്ട്, ഇല്ല, നിങ്ങൾ അവിടെ വന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ ആരും നിങ്ങളെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല. നിങ്ങൾക്ക് അവിടെ വരാം, നിങ്ങളുടെ മോനെ കാണാം. അല്ലെങ്കിലും ഞങ്ങളുടെ നികേഷിനെ നിങ്ങളെ കാണണം. അവൻ്റെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് അവൻ്റെ അമ്മയെ കാണണം എന്നുള്ളത്. അത് ഞങ്ങൾ സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾ കൂടി വരണമെന്ന് പറയാം. അപ്പോൾ അവർ ആലോചിക്കുകയാണ് കേട്ടോ, ഞാനിപ്പം ഒരു രക്ഷയില്ലാതെ ഇവിടെ നിൽക്കുകയാണല്ലോ. വാടക പോലും കെടുക്കാത്തതിന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ഭർത്താവാണെങ്കിൽ ഉപേക്ഷിച്ച് ഇട്ടിട്ട് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ അങ്ങോട്ട് പോയേക്കാം. അവിടെ പോകുന്ന മാത്രമേ ഉള്ളൂ സേഫായിട്ടുള്ളൊരു കാര്യം. അത് നല്ലൊരു കാര്യമാണ്. ദൈവമായിട്ടായിരിക്കും ചിലപ്പോൾ ഇവരെ ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് ഇവരുടെ കൂടെ തന്നെ ചെല്ലാം. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരുടെ കൂടെ തന്നെ പോകാം. അല്ലാതെ ഞാൻ എങ്ങോട്ട് പോകാനാ? എനിക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുക. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ആ ശരി, ഞാൻ വരാം എന്ന് പറയാം. അങ്ങനെ കാറിൽ കയറ്റുവാണ്. അവരൊരു ബാഗൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവരുടെ. അങ്ങനെ എല്ലാം എടുത്ത് പൂട്ടിക്കെട്ടി അവർ പോവാണ് നിധിയുടെയും സുധീഷിൻ്റെയും കൂടെ. അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴും നിധി വീണ്ടും ചോദിക്കുക, ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുക, അല്ല നിങ്ങളന്ന് പോകുന്നതിന് എന്താ കാരണം? അപ്പോഴും അവർ വിഷയം മാറ്റി വിടുകയാണ് കേട്ടോ. ഒരു കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നില്ല. അങ്ങനെ നമ്മുടെ സുഭാഷും ഹരീഷും ഒക്കെ കാത്തിരിക്കുകയാണ് കേട്ടോ നികേഷിൻ്റെ അമ്മ വരുന്നത്. ഇടയ്ക്കാണെങ്കിൽ ഹരീഷ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയാണ്, ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഇപ്പം ഞങ്ങൾ അവിടെ എത്തുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ ഉമ്മറത്തിങ്ങനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഭാസ്കരൻ കാണുന്നുണ്ട് കേട്ടോ. ഭാസ്കരൻ കാണുമ്പം ഭാസ്കരൻ ചോദിക്കുക, അല്ല നിങ്ങളെന്താ ഇപ്പം ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുക. അല്ല ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ നോക്കി നിന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ ഹരീഷ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നികേഷിനും സംശയം തോന്നുകയാണ്. നികേഷ് വന്നിട്ട് ചോദിക്കുക, അല്ല നിങ്ങളെന്താ ഇപ്പം ഇവിടെ നോക്കി നിൽക്കുന്നത്? എന്താ ഇത്ര കാര്യം? ആരെങ്കിലും വരാനുണ്ടോ? കുറച്ച് നേരമായിട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയാണല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ ഹരീഷ് പറയാം, അല്ല ഞങ്ങൾക്ക് എന്താ ഇവിടെ നോക്കി നിന്നൂടെ? അതിനിപ്പം സുധീഷും നിധിയും വരാനുണ്ട്. അവർ വരുന്നത് നോക്കി ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നെന്ന് പറയാം. അപ്പോൾ നികേഷ് ചോദിക്കുക, ആഹാ, സുധീഷ് ചേട്ടനും നിധി അടുത്തേയും വരുന്നുണ്ടെങ്കിൽ അവരെന്നും ഇങ്ങോട്ട് വരുന്നതല്ലേ? അവർ വന്നാൽ വീടിൻ്റെ അകത്തേക്ക് വരികയല്ലേ? പിന്നെ നിങ്ങൾ ഇത്ര കണ്ണും നട്ട് നോക്കി നിൽക്കുന്നത്? അല്ല എന്താ കാര്യമെന്ന് ചോദിക്കുക. അതൊക്കെ ഒരു സസ്പെൻസാ, നീ നോക്കിയിരുന്ന മോനെ എന്ന് പറയുകയാണ് കേട്ടോ സുഭാഷ്. അങ്ങനെ നികേഷും ആലോചിക്കുക, ഇവരെന്താ ആരെയായിരിക്കും ഈ നോക്കി നിൽക്കുകയെന്ന്. അപ്പോഴാണ് കേട്ടോ കാറ് വന്ന് നിൽക്കുന്നത്. കാറ് വന്ന് നിൽക്കുമ്പോഴേക്കും കാറിൻ്റെ അകത്തുനിന്ന് എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നികേഷിൻ്റെ അമ്മയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനും അങ്ങോട്ട് ചെല്ലുകയാണ്. കാറിൽ നിന്ന് ഇവരൊക്കെ ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നികേഷ് നോക്കുമ്പം ഇതാരാണെന്ന് മനസ്സിലാവുന്നില്ല. ഭാസ്കരനെ സൂക്ഷിച്ച് നോക്കുമ്പം ഈ സ്ത്രീയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. ഭാസ്കരൻ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇവരെന്തിനാ പോയി ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഭാസ്കരൻ ഇങ്ങനെ വിചാരിക്കുക. അപ്പം നികേഷ് ചോദിക്കുക, ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാം, മോനെ നികേഷേ, നിൻ്റെ അമ്മ ഇത്, നീ കാണാൻ കാത്തിരുന്നത് നിൻ്റെ അമ്മ എന്ന് പറയാം. അപ്പം നികേഷ് ചോദിക്കുക, എൻ്റെ അമ്മയോ? അതെ, നിൻ്റെ അമ്മ, ചെറുപ്പത്തിലെ നിന്നെ ഉപേക്ഷിച്ച് പോയ നിൻ്റെ അമ്മ. അപ്പോൾ നികേഷിൻ്റെ കണ്ണ് നിറയാണ് കേട്ടോ. നികേഷ് അവരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ അവരും മോനെ നികേഷ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ നികേഷ് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവർ നികേഷിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിധിക്കും സുധീഷിനും സുഭാഷിനും ഹരീഷിനും ഒക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, എടാ നിനക്കൊരു സസ്പെൻസ് തരാമെന്ന് പറഞ്ഞില്ലേ, നിൻ്റെ അമ്മയെ എവിടെയുണ്ടെങ്കിലും കൂട്ടിക്കൊണ്ട് വരാമെന്ന്. നിധി കണ്ടുപിടിച്ചതാ, നിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം സുധീഷും കണ്ണ് നിറയുന്നുണ്ട്. ആ സമയത്ത് നികേഷും പൊട്ടിക്കരയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഭാസ്കരൻ അങ്ങോട്ട് വരികയാണ്. ഭാസ്കരന് നല്ല ദേഷ്യമാണ്. ഭാസ്കരൻ നേരെ വന്നിട്ട്, ഇതെന്തിനാ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? ആരാ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് എന്നിട്ട് നിധിയുടെ നേരെ തിരിയാണ്. എന്നിട്ട് ചോദിക്കുക, നീയാണോ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? നിന്നോട് ആര് പറഞ്ഞു ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ എന്ന് ചോദിക്കുക. അപ്പം നിധി പറയുന്നുണ്ട്, അതല്ല, ഈ നികേഷിൻ്റെ അമ്മയല്ലേ, നികേഷിനെ കാണാമെന്ന ആഗ്രഹം കാണില്ലേ, അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയാം. അപ്പോൾ ഉടനെ ഭാസ്കരൻ പറയാം, ഇത്രയും വർഷമായിട്ട് ഇവക്കൊരാഗ്രഹവും തോന്നിയില്ലല്ലോ ഇവളുടെ മോനെ കാണണമെന്ന്. എന്നിട്ട് ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചതിന് മറുപടി വരാം. ഇവളെൻ്റെ വീട്ടിൽ വരാൻ പാടില്ല, ഇവിടുന്ന് ഇറക്കി വിടണം എന്ന് പറയാണ് ഭാസ്കരൻ. അപ്പോൾ നിധി ചോദിക്കുക, അല്ല നിങ്ങളാരും ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും പറയുന്നില്ല. നികേഷിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോയതെന്നോ നികേഷിനെ ഉപേക്ഷിച്ചതെന്നുള്ള കാര്യം അവരും പറയുന്നില്ല, അതുപോലെ അച്ഛനും പറയുന്നില്ല. ആരും ഇതിനൊരു മറുപടി പറയാത്ത എന്തുകൊണ്ടാ? എന്താ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്ന് നിധി ചോദിക്കുക. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എനിക്കിതിനൊരു മറുപടിയും പറയാനില്ല. ഇവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവളെ പോലെ ഒരു ഈ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല.
ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഭാസ്കരനകത്തേക്ക് കയറി പോവാ. അവിടെ സുധീഷിൻ്റെ നികേഷിൻ്റെ അമ്മയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നിധി ഇങ്ങനെ ആലോചിക്കുക, ഇനിയിപ്പോൾ എന്ത് വേണം, എന്താ ഇതിൻ്റെ അകത്തൊക്കെ ഒരു പ്രശ്നമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്